നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വേനൽക്കാല സീസണും പെരുന്നാൾ അവധിയും കാരണം ഗൾഫ് രാഷ്ട്രങ്ങളിലെ പ്രധാന വിമാനത്താവളങ്ങളിലെല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരക്ക് മൂലം വലിയ യാത്രാ പ്രതിസന്ധിയാണ് ഉണ്ടായത്. ഇതിൽ ബുദ്ധിമുട്ടിയ യാത്രക്കാരോട് ക്ഷമാപണം നടത്തിയിരിക്കുകയാണ് ഫ്ലൈ അദീൽ വിമാന കമ്പനി. കഴിഞ്ഞ ദിവസം റിയാദ് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരക്ക് മൂലമുണ്ടായ യാത്രാ പ്രതിസന്ധിയിൽ ബുദ്ധിമുട്ടിയ യാത്രക്കാരോട് തങ്ങൾക്ക് നിയന്ത്രണത്തിന് അതീതമായ കാരണങ്ങളാണെങ്കിലും ക്ഷമാപണം നടത്തുന്നതായി ഫ്ലൈ അദീൽ വിമാന കമ്പനി അറിയിക്കുകയായിരുന്നു. പ്രതിസന്ധി കാരണം 6 മണിക്കൂർ വരെ വിമാനം വൈകിയവർക്ക് മറ്റ് ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. 7 മണിക്കൂറിലധികം സമയം വിമാനം വൈകിയ യാത്രക്കാരെ അവരുടെ പുതുക്കിയ വിമാന ഷെഡ്യൂൾ ആവുന്നതുവരെ ഹോട്ടലിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ പ്രതിസന്ധി മൂലം വിമാന സർവീസ് റദ്ദാക്കിയ കാരണത്താൽ യാത്ര മുടങ്ങിയവർക്ക് അവരുടെ വിമാന ടിക്കറ്റിന്റെ തുക മുഴുവനായും മടക്കി നൽകുമെന്നും അതോടൊപ്പം വിമാന ടിക്കറ്റിന് തുല്യമായ തുക നഷ്ടപരിഹാരമായി നൽകുമെന്നും ഫ്ലൈ അദീൽ വിമാന കമ്പനി അറിയിച്ചിരിക്കുകയാണ്. വേനൽക്കാല സീസണും പെരുന്നാൾ അവധിയും കാരണം വിമാനത്താവളത്തിൽ തിരക്ക് വർദ്ധിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ യാത്രാ പ്രതിസന്ധിക്ക് കാരണമായത്. കൂടുതൽ കൗണ്ടറുകൾ പ്രവർത്തിപ്പിച്ചാണ് പ്രതിസന്ധി പരിഹരിച്ചത്. എന്നാൽ ഈ ആഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക നിർദ്ദേശവുമായി അധികൃതർ രംഗത്തു വന്നിരുന്നു. വേനലവധിക്കും പെരുന്നാൾ അവധിക്കുമായി സ്കൂൾ അടയ്ക്കുന്നതിനാൽ അടുത്ത 2 ആഴ്ചത്തേക്ക് ദുബായ് വിമാനത്താവളത്തിൽ തിരക്ക് ക്രമാതീതമായി ഉയരുമെന്നാണ് അധികൃതർ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയത്. ജൂൺ 24-നും ജൂലൈ 4-നും ഇടയിൽ 24 ലക്ഷത്തോളം യാത്രക്കാർ ദുബായ് വിമാനത്താവളം വഴി യാത്ര ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദിവസേന ശരാശരി 2,14,000 യാത്രക്കാരെങ്കിലും ഇതുവഴി സഞ്ചരിക്കും. ബലിപെരുന്നാൾ വാരാന്ത്യമായ ജൂലൈ 8-നും 9-നും സമാന രീതിയിൽ യാത്രക്കാരുടെ എണ്ണം ഉയരുമെന്നാണ് വിലയിരുത്തുന്നത്. വിമാന കമ്പനികൾ, കൺട്രോൾ അധികൃതർ, കൊമേഴ്ഷ്യൽ സർവീസ് പാർട്ട്ണർമാർ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് യാത്രക്കാരുടെ വിമാനത്താവളത്തിലെ അനുഭവം മികച്ചതാക്കാനുള്ള ശ്രമവും ദുബായ് എയർപോർട്ട് തുടരുന്നുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.